ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യൂസ്കോർ NCERT. നമ്മളിന്ന് കേരള സ്റ്റേറ്റ് സിലബസ് 7th ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ചാപ്റ്റർ 1 പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Now we are familiar with different methods to produce superior varieties of plantlets. Examine the information given in the table below and answer the following questions. നമ്മളിപ്പം സുപ്പീരിയർ വെറൈറ്റീസ് ഉണ്ടാക്കുന്ന പല മെത്തേഡ്സും പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് ഒക്കെ പഠിച്ചു. ഇനി നമ്മളോട് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കിയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്രോപ്പ് വെറൈറ്റി 1, വെറൈറ്റി 2. ഏതോ ഒരു പെർട്ടിക്കുലർ ക്രോപ്പിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്. അതിൽ വെറൈറ്റി 1ൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോങ് ലൈഫ് സ്പാൻ. ലോങ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ജീവിക്കാനുള്ള കഴിവ്. ലോ ഈൽഡ്, കുറച്ച് വിളവ് മാത്രമേ നൽകുള്ളൂ. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മളുടെ മണ്ണിൽ അതിന് നല്ല ഗ്രോത്ത് ആണ്. ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. നീഡ്സ് ലെസ് നർച്ചറിങ്, ചെറിയ തോതിലുള്ള കെയർ മാത്രം കൊടുത്താൽ മതി. ഇനി വെറൈറ്റി 2ൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഷോർട്ട് ലൈഫ് സ്പാൻ, കുറച്ചു കാലം മാത്രമേ ജീവിക്കുള്ളൂ. ഹൈ ഈൽഡ്, വിളവ് നന്നായിട്ട് നൽകും. പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിലിൽ ഇവരെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഒന്നും കാണിക്കില്ല. ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കുറവാണ്. നീഡ്സ് മോർ നർച്ചറിങ്, അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ കുറേ കെയർ കൊടുക്കണം ആ വെറൈറ്റി വളർത്തണമെങ്കിൽ. ഇത് രണ്ടുമാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ചോദ്യങ്ങൾ നോക്കാം. എക്സാമിൻ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ 2 വെറൈറ്റീസ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ് സാപ്ലിങ്സ് വിത്ത് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ വെറൈറ്റീസ്? നമ്മളോട് ചോദിച്ചു, നമ്മൾ ഈ 2 വെറൈറ്റീൻ്റെയും പ്രത്യേകതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയോ? എന്നിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ 2ൻ്റെയും നല്ല ക്വാളിറ്റീസ് കൂടിച്ചേർത്ത് ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പം നമ്മൾ പഠിച്ച ഓരോ ടെക്നിക്കായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. ലെയറിങ്. എന്തായിരുന്നു ലെയറിങ്? ലെയറിങ് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ തന്നെ ആ പാരന്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസ് ഉള്ള ഒരു സാപ്ലിംഗ് അല്ലെങ്കിൽ പ്ലാന്റ്ലെറ്റിനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, അല്ലേ? ഒരു കൊമ്പെടുത്തിട്ട് അതിലൊരു പെർട്ടിക്കുലർ സൈറ്റിൽ റൂട്ടിങ് ചെയ്യിപ്പിച്ച് അതിനെ ഒരു പുതിയ ചെടിയായിട്ടല്ലായിരുന്നോ ചെയ്യല്? അപ്പം നമുക്ക് ഈ 2 വെറൈറ്റീൻ്റെയും ക്വാളിറ്റീസ് ഉള്ള ചെടിയാണോ കിട്ടുക? അല്ല. വെറൈറ്റി 1ൽ നിന്നാണ് നമ്മൾ ലെയറിങ് ചെയ്തെടുക്കുന്നതെങ്കിൽ വെറൈറ്റി 1ൻ്റെ അതേ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. വെറൈറ്റി 2ലാണ് ലെയറിങ് നടത്തുന്നതെങ്കിൽ വെറൈറ്റി 2ൻ്റെ ക്യാരക്ടേഴ്സ് മാത്രമേ ആ പുതിയ ചെടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ലെയറിങ് ചെയ്ത് ഇതിൻ്റെ 2ൻ്റെയും ക്വാളിറ്റിയുള്ള പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിൽ എന്തായിരുന്നു? ഒരു പ്ലാന്റിലേക്ക് എന്നുവെച്ചാൽ ഒരു പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയിലേക്ക് വേറൊരു വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കുന്നു, അല്ലേ? അപ്പോൾ അവിടെ റൂട്ടുള്ള ഏത് പ്ലാന്റിനാണോ നമ്മൾ റൂട്ടോടെ എടുക്കുന്നത് അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിച്ചു. ഏതിനെയാണോ കട്ട് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അതിനെ സയൺ എന്ന് വിളിച്ചു. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ വെറൈറ്റി ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഉണ്ടാവുന്ന ആ പുതിയ പ്ലാന്റിന് 2 പ്ലാന്റിൻ്റെ ക്വാളിറ്റീസും ഉണ്ടാവും. അപ്പം നമുക്ക് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ചെയ്തിട്ട് ഇവിടെ പറയുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ചെടിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്റ്റഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് വൺ ആസ് സയൻ? ഈ 2 വെറൈറ്റികളിൽ അങ്ങനെ നമ്മൾ ഈ 2 വെറൈറ്റികളും കൂടെ ചേർന്ന് നമ്മളൊരു പുതിയ വെറൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഏത് വെറൈറ്റിയെ നമ്മൾ സ്റ്റോക്കായിട്ട് എടുക്കും, ഏത് വെറൈറ്റിയെ നമ്മൾ സയൺ ആയിട്ട് എടുക്കും? അപ്പം നമ്മൾ വെറൈറ്റി 1നെ നമ്മൾ സ്റ്റോക്കായിട്ട് എടുക്കുകയും വെറൈറ്റി 2നെ സയൺ ആക്കി എടുക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാത്? ഇവിടെ നോക്ക്, ആ ഒരു മെയിൻ പ്ലാന്റിന് ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കണം, നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കണം ആ മണ്ണിൽ, കാരണം റൂട്ടിംഗ് പോർഷൻ അവിടെയാണ് വരുന്നത്. റെസിസ്റ്റൻസ് നന്നായിരിക്കണം, അധികം കെയർ ഒന്നും കൊടുക്കണ്ട. അങ്ങനെയുള്ളൊരു പ്ലാന്റിനെ സ്റ്റോക്കായിട്ട് എടുക്കുകയും ഹൈ ഈൽഡ്, കുറേ കായ്ഫലം തരുന്ന എന്താണോ ഈൽഡ്
അത് ഒരുപാട് തരുന്ന ആ ഒരു പോർഷനെ നമ്മൾ സയണായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ സാപ്ലിംഗ് എന്ന് പറയുന്നത് എന്താ, എല്ലാ തരത്തിലും ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ സോയിൽ ആയിരിക്കും, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ് ആയിരിക്കും, അധികം കെയർ ഒന്നും കൊടുക്കണ്ട, നീഡ്സ് ലെസ് നർച്ചറിങ് ആണ്, അതേസമയം ഹൈ ഈൽഡും ആയിരിക്കും. അപ്പോൾ 2 വെറൈറ്റീനെയും കൂടെ കൂടിച്ചേർത്ത് നമ്മൾ പുതിയൊരു ഗുഡ് സാപ്ലിംഗ് ഉണ്ടാക്കി. വാട്ട് വുഡ് ബി ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്ലാന്റ് ഫോംഡ് ബൈ കമ്പൈനിങ് ദ 2 വെറൈറ്റീസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്തൊക്കെയാ ഇങ്ങനെ 2 വെറൈറ്റിയും കൂടെ കൂടിച്ചേർത്ത് ഉണ്ടാക്കിയ പ്ലാന്റിന് ഉണ്ടാവുക? ലോങ് ലൈഫ് സ്പാൻ, ഹൈ ഈൽഡ്, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, നീഡ്സ് ലെസ് നർച്ചറിങ്. ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം, കമ്പൈനിങ് ക്വാളിറ്റീസ്. We have seen so far how plants of the same kind but with different qualities are combined together to form good quality sapling. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ട് നിന്നത് ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെ, പക്ഷെ അതിൻ്റെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ ഒരുമിപ്പിച്ചിട്ട് ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു സാപ്ലിങ്ങിനെ ഉണ്ടാക്കുക എങ്ങനെയാണെന്നാണ് മുന്നേയുള്ള ടെക്നിക്സിൽ പറഞ്ഞത്. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബെറ്റർ സീഡ്സ്? നല്ല വിത്തുകൾ ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? എക്സാമിൻ ദ പിക്ചർ ആൻഡ് നോട്ട്സ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സും നോട്ട്സും ഒക്കെ നമ്മളോട് വായിക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. ഇവിടെ എന്താ, ഒരു തെങ്ങിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. താഴെ എന്താ എഴുതിയിരിക്കുന്നത്? വെസ്റ്റ് കോസ്റ്റ് ടോൾ. ഇനി ഇവിടെ നോക്കൂ, ഒരു കുഞ്ഞു തെങ്ങാണ് അല്ലേ, നിറച്ച് കായൊക്കെ ഉള്ള ഒരു കുഞ്ഞു തെങ്ങ്. അതിന്റെ പേരെന്താ? ചാവക്കാട് ഓറഞ്ച്. നല്ല ഓറഞ്ച് കളറിലുള്ള തേങ്ങയാണുള്ളത്. അപ്പൊ ചാവക്കാട് ഓറഞ്ച്. ഇനി ഇവരെ രണ്ടാളെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോൾ വെറൈറ്റി, വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്നത് ഒരു ടോൾ വെറൈറ്റി ആണ്. 20 to 30 meter ഹൈ, yields in 6 to 10 years, ലൈഫ് സ്പാൻ 80 to 100 years, ഗ്രീൻ കളർഡ് കോക്കനട്ട്. അതേസമയം ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു ഡ്വാർഫ് വെറൈറ്റി ആണ്. 8 to 10 meter ഹൈ, yields in 4 to 5 years, ലൈഫ് സ്പാൻ 30 to 35 years, യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ കളർഡ് കോക്കനട്ട്. ഇനി ടോൾ വെറൈറ്റീസിന്റെ മേജർ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി ഓർ ലക്കാദ്വീപ് ഓർഡിനറി. അതേസമയം ഡ്വാർഫ് വെറൈറ്റിന്റെ വെറൈറ്റീസ് ചാവക്കാട് ഓറഞ്ച്, ചൗഘട്ട് ഓറഞ്ച് എന്ന് ഇതിനെ വിളിക്കും. പിന്നെ ഉള്ളത് ചാവക്കാട് ഗ്രീൻ, ഗംഗാ ബോണ്ടം. ഇതൊക്കെയാണ് ഡ്വാർഫ് വെറൈറ്റീസിന്റെ മേജർ വെറൈറ്റീസ്. ഫൈൻഡ് ഔട്ട് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ടോൾ ആൻഡ് ഡ്വാർഫ് വെറൈറ്റീസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെയാണ് ടോൾ വെറൈറ്റീസ് ആകുമ്പം അല്ലെങ്കിൽ ഡ്വാർഫ് വെറൈറ്റീസ് ആകുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും? ഇപ്പോൾ എക്സാമ്പിള്, ഇപ്പം ടോൾ വെറൈറ്റി ആണെങ്കിൽ ഭയങ്കര ഉയരത്തിൽ പോയിട്ട് വളരുന്ന കായാണെങ്കിൽ നമുക്ക് ഈ പറപ്പിക്കാനൊക്കെ, തെങ്ങുമെന്ന് തേങ്ങ കളക്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഡ്വാർഫ് വെറൈറ്റി ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളും നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമായിരിക്കും, അത് അതിൻ്റെ ഒരു ഗുണമാണ് അല്ലേ. പക്ഷെ അതേസമയം ഇപ്പം മണ്ണിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കീടങ്ങൾ അതിനെ, ഈ കായ്കളെ എന്താ പറയുക, നെഗറ്റീവ് തരത്തിൽ ബാധിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാനാണ് പറയുന്നത്. വാട്ട് വിൽ ബി ദ ക്വാളിറ്റീസ് ഓഫ് എ ന്യൂ സീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ടോൾ ആൻഡ് ഡ്വാർഫ് വെറൈറ്റീസ്? ടോൾ ക്രോസ് ഡ്വാർഫ്. നമുക്ക് ആദ്യം ഈ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ. Hybridization is the method of producing new seeds through artificial pollination between plants of the same species but of different characteristics. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മെത്തേഡിലൂടെ നമ്മൾ പുതിയ സീഡ്സ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് പുതിയ സീഡ്സ് ഉണ്ടാക്കുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ സ്പീഷീസിൽ പെട്ട പല ക്യാരക്ടേഴ്സ് ഉള്ള 2 പ്ലാന്റുകൾ തമ്മിൽ നമ്മൾ ആർട്ടിഫിഷ്യലി പോളിനേഷൻ ചെയ്തിട്ടാണ് പുതിയ സീഡ്സ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഓർത്ത് നോക്കിയാലോ.
മെയിൽ ഫ്ലവേഴ്സിലുള്ള പോളൻസ് ഫീമെയിൽ ഫ്ലവേഴ്സിലുള്ള സ്റ്റിഗ്മയിലേക്ക് വീഴുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞാലോ നാച്ചുറലി നടക്കുകയല്ല, നമ്മളായിട്ട് നമുക്ക് ഇവർ തമ്മിൽ പോളിനേഷൻ നടത്തണമെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മളായിട്ട് ചെയ്യുക. ആർട്ടിഫിഷ്യലി നമ്മൾ അങ്ങനെ പോളിനേഷൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പുതിയ സീഡ്സിന് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആ പോയിന്റിൽ ഓർത്ത് വെക്കേണ്ടത്? അത് പുതിയ സീഡ്സ് ഉണ്ടാക്കുന്നൊരു മെത്തേഡാണ്. എങ്ങനെയാ? ഒരേ സ്പീഷീസിൽ പെട്ട പക്ഷേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള 2 പ്ലാന്റ്സ് തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട്. സീഡ്സ് ഫോംഡ് ഇൻ ദിസ് മാനർ മേ കമ്പൈൻ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് ആൻഡ് മിക്സഡ് ക്വാളിറ്റീസ് ഓഫ് ദ ബോത്ത് പാരൻസ്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷനൊക്കെ നടത്തി ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ഉണ്ടാവുന്ന സീഡ്സ് ഉണ്ടല്ലോ, അവർക്ക് ആ 2 പ്ലാന്റ്സിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും അവർക്ക് രണ്ടുമുള്ള ക്വാളിറ്റീസ് ഈ പ്ലാന്റ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. സീഡ്സ് വിത്ത് ഡിസൈഡ് ക്വാളിറ്റീസ് ആർ സെലക്റ്റഡ് ഫ്രം ദിസ്. ഇങ്ങനെ പല മിക്സഡ് ക്വാളിറ്റീസും ഉള്ള സീഡ്സ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പ്രോസസ്സ്. ഇനി നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Let us familiarize ourselves with certain hybrid varieties of coconut. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചിനെയും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പുതിയ വെറൈറ്റിയാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ടോൾ വെറൈറ്റി എന്ന് പറയുന്നത് ലക്ഷദ്വീപും ഡ്വാർഫ് വെറൈറ്റി ചാവക്കാട് ഓറഞ്ചുമാണ്. അതുകൊണ്ടാണ് T/D എന്നുള്ള ക്രോസ് ഇവിടെ കാണിച്ചത്. നെക്സ്റ്റ് ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. ഇത് ഡ്വാർഫ് വെറൈറ്റി, ഇത് ടോൾ വെറൈറ്റി. ഇവരെ ക്രോസ് ചെയ്തിട്ട് ചന്ദ്രശങ്കര ഉണ്ടാക്കി. ഇനി ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധത്തിനെയും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ലക്ഷഗംഗ. Good quality of seeds of paddy, vegetables, etc. have also been developed in this manner. Let us familiarize ourselves with some of these seeds. ഇങ്ങനെ കോക്കനട്ടിന് മാത്രമല്ല പല നെല്ല് വെറൈറ്റീസും വെജിറ്റബിൾസിൻ്റെ വെറൈറ്റീസും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇതാ ചന്ദ്രശങ്കരയുടെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കുറേ കായുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അല്ലേ, നല്ല ഈൽഡ് തരുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നമുക്ക് ഓരോ ക്രോപ്പിൻ്റെയും കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പേര് പഠിക്കാം. പാഡി അഥവാ നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പി പയറിൻ്റെത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നെക്സ്റ്റ് ഗ്രീൻ ചില്ലി, ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗർ വെണ്ടയുടേത് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചോളിൻ്റേത് വഴുതനങ്ങയുടേത് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോ തക്കാളിയുടേത് മുക്തി, അനഘ, അക്ഷയ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കാം. ഇതിലുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഹൈബ്രിഡ് വെറൈറ്റീൻ്റെയും കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ആരോഗ്യത്തിലുള്ള കുറേ വിളവ് തരുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. Many research activities are being conducted in Kerala to produce such superior varieties of seeds. നമ്മുടെ സ്റ്റേറ്റിൽ കേരളയിൽ ഒരുപാട് ഇങ്ങനത്തെ റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എന്തിനാ? നല്ല നല്ല ഗുണമേന്മയുള്ള ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതിനെപ്പറ്റി പഠിക്കാം. ഇങ്ങനെയുള്ള അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വെച്ചിട്ടാണ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ അഗ്രികൾച്ചറൽ റിസർച്ച് നടക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇനി അവരെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. പ്രിയങ്ക എ ന്യൂ ലീപ്പ് ഇൻ yield. മണ്ണുത്തി, പ്രിയങ്ക എ ന്യൂ bitter gourd variety is making new leaps in productivity. This variety was developed by the Kerala Agricultural University. It is a seed variety that grows well in the climatic conditions of Kerala. അപ്പോൾ കേരളയിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ നല്ലോണം വളരുന്ന നല്ലോണം ഈൽഡ് തരുന്ന ഒരു ബിറ്റർ ഗോഡ്
വെറൈറ്റിയാണ് പ്രിയങ്ക എന്നുള്ളത്. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഏത് യൂണിവേഴ്സിറ്റിയാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു വെറൈറ്റി ഓഫ് ബിറ്റർ ഗോഡ് ആണ് പ്രിയങ്ക എന്ന് പറയുന്നത്. വാട്ട് ഷുഡ് ബി മെയ്ഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ? ഹൈ yield, quick yield, resistance to infections, lower nurturing cost, availability of quality seeds or planting materials. അപ്പോൾ ഇവിടെ കുറച്ച് എന്തൊക്കെയാണ് നല്ല ക്വാളിറ്റീസ്? നമ്മളിപ്പോൾ ഒരു ചെടി കുഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുക? അത് ഹൈ ഈൽഡ് തരണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ ഈൽഡ് തരാൻ നമുക്ക് ആഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും രോഗം വരുന്ന ചെടി വളർത്താനായിരിക്കും ഇഷ്ടം? അല്ല, നല്ല എന്താ പറയുക, റെസിസ്റ്റൻസ് ഉള്ള ചെടി വളർത്താനായിരിക്കും താല്പര്യം. അതുപോലെ തന്നെ എപ്പോഴും ഇതിനിങ്ങനെ രാവിലെ നോക്കണം, ഉച്ചയ്ക്ക് നോക്കണം, വൈകുന്നേരം നോക്കണം, അങ്ങനെ ദിവസവും അതിന് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആയിരിക്കും. അല്ല, കുറച്ചൊക്കെ കെയർ കൊടുത്താൽ മതി, അത് വളരും എന്നുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. കുറച്ചൊക്കെ കെയർ കൊടുത്താൽ വളരണം എന്നുള്ള പോലത്തെ. പിന്നെ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി, ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സും പ്ലാന്റിങ് മെറ്റീരിയൽസും ഒക്കെ നമുക്ക് കിട്ടുകയും വേണം, ഒരു സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് കിട്ടുകയും വേണം. Agricultural research institutes function to fulfill these needs. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈസ് ദർ എനി അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി? ഹാവ് യു വിസിറ്റഡ് ഇൻ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അങ്ങനത്തെ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. സം ഓഫ് ദ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ അവർ സ്റ്റേറ്റ്. നമ്മൾ കേരളത്തിൽ ഉള്ള കുറച്ച് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU, മണ്ണുത്തി ഇൻ തൃശ്ശൂർ. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ CTCRI. ഇനി കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് IISR. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII, കോട്ടയം. അപ്പം പല ഡിസ്ട്രിക്റ്റിലുമുള്ള ഓരോ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി കാസർഗോഡുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI. അതുപോലെ റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ പല സ്ഥലത്തിലും റീജിയണൽ റിസർച്ച് സെന്ററുകൾ ഉണ്ടാവും. ഇവിടെ കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെത്, പിന്നെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ, അങ്ങനെ ഓരോന്നിൻ്റെതും കൊടുത്തിട്ടുണ്ട്. It is through the Krishi Bhavan that seeds, varieties and planting materials developed by research institutes are brought to farmers. അപ്പോൾ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള സീഡ് ഉണ്ടാക്കി, പ്ലാന്റിംഗ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടാക്കി, ഇനി സാധാരണ കർഷകരിലേക്ക്, ഫാമേഴ്സിലേക്ക് ഇത് എങ്ങനെയാണ് എത്തുക? കൃഷിഭവൻ, നിങ്ങളൊക്കെ ലൊക്കാലിറ്റിയിൽ കൃഷിഭവൻ ഉണ്ടാവും. കൃഷിഭവനിലൂടെയാണ് ഇങ്ങനെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഫാമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്നത്. വാട്ട് ആർ ദ അതർ സർവീസസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ കൃഷി ഭവൻ? പ്രിപ്പയർ എ റിപ്പോർട്ട് ആഫ്റ്റർ വിസിറ്റിംഗ് എ കൃഷി ഭവൻ ഓർ കളക്ടിംഗ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ അഗ്രികൾച്ചറൽ ഓഫീസർ. അപ്പോൾ ഓരോ പഞ്ചായത്തിനും അഗ്രികൾച്ചറൽ ഓഫീസർ ഉണ്ടാവും. അവരെ എടുത്തോ അല്ലെങ്കിൽ കൃഷിഭവനിൽ പോയിട്ടോ നിങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നുള്ള സർവീസസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ കർഷകർക്ക് ഇതൊന്നും അറിയണ്ടാവില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ. വളം കിട്ടും, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ കൃഷിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് അവർ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയാണ് കൃഷിഭവൻ്റെ. അത് നിങ്ങൾ അന്വേഷിച്ച് നോട്ട് ഉണ്ടാക്കണേ. നെക്സ്റ്റ് നമുക്ക് ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നോക്കാം. Tissue culture is the process of producing a new generation from a cell or tissue of a plant. ഒരു പ്ലാന്റിന്റെ ഒരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ടിഷ്യൂവിൽ നിന്നോ ഒരു പുതിയ ജനറേഷൻ ഉണ്ടാക്കുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പ്ലാന്റിന്റെ സീഡ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെം, ലീഫ്, റൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട്
പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ടിഷ്യൂ കൾച്ചർ. ഒരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൽ നിന്നോ പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. പ്ലാന്റ്ലെറ്റ്സ് with all parental qualities can be developed through this technology. ടിഷ്യൂ കൾച്ചർ എന്ന ടെക്നോളജിയിലൂടെ നമുക്ക് പാരന്റൽ പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു പ്ലാന്റ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. This technology is effectively practiced in plants like plantain, pepper, cardamom, pineapple, etc. ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ചിട്ടാണ് വാഴ, പ്ലാന്റെയിൻ, പെപ്പർ, കുരുമുളക്, കാർഡമം, ഏലക്കായി, പൈനാപ്പിൾ, കൈതച്ചക്ക ഇതൊക്കെ ഉണ്ടാക്കുന്നത്. The peculiarity of this technology is that hundreds of plantlets with the same qualities of parent plant can be produced from a plant. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പാരന്റ് പ്ലാന്റ് ഉണ്ട്, അതിന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. The video of conducting tissue culture in the laboratory is available. Observe the different steps. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് ടിഷ്യൂ കൾച്ചറിന്റെ പ്രോസസ് എന്നൊക്കെ ഉള്ളത്. ഇവിടെ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കി കുറേ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇനി plant diversity. We have so far discussed modern methods of preparing quality planting materials. Even if we use quality planting materials, the yield may not be good if the soil is not fertile. Good quality soil ensures the health of a plant. അപ്പോൾ എങ്ങനെയാണ് ഗുഡ് ക്വാളിറ്റി ഉള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്ലാന്റ് ചെയ്താലും നമുക്ക് നമുക്ക് സംതൃപ്തി തരുന്ന തരത്തിലുള്ള ഈൽഡൊന്നും നമുക്ക് കിട്ടലില്ല. ചിലപ്പോൾ അതിനുള്ള കാരണം നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയലൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് വളമൊന്നുമില്ലാത്തൊരു മണ്ണിലാണെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി ഒന്നും കിട്ടില്ല. അപ്പം ഗുഡ് ക്വാളിറ്റി സോയിൽ ആവശ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള സോയിൽ, നല്ല വളമുള്ള സോയിൽ പ്ലാന്റിന്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. What is the benefit of depositing plant debris in the field after cultivation? ഒരു കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പ്ലാന്റിന്റെ പല പാർട്സും നമ്മൾ ആ കൾട്ടിവേറ്റഡ് ലാൻഡിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The nutrients provided by one kind of plant debris is not the same supplied by another. The more diverse the plant debris that decomposes in the soil, the higher the fertility of the soil. നമ്മൾ പല പ്ലാന്റ്സിന്റെ ഡെബ്രിസും കൊണ്ടുപോയിട്ട് സോയിലിൽ ഇടുകയാണെങ്കിൽ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് സോയിലിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വളമുള്ള ഒരു മണ്ണായിരിക്കും നമുക്ക് പിന്നെ കിട്ടുക. Let us observe some of the methods followed by farmers to ensure maximum diversity in agriculture. അഗ്രികൾച്ചറിൽ മാക്സിമം ഡൈവേഴ്സിറ്റി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്ക്, നിങ്ങൾ ഈ ഒരു ചെറിയ പ്ലോട്ടിൽ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ ടൈപ്പ് ചെടികൾ കാണുന്നുണ്ട്? വാഴ കാണുന്നുണ്ട്, ചേന, ചേമ്പ് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞു ഏരിയയിൽ തന്നെ പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സിന് നടുന്നുണ്ട്. അതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ, ഫസ്റ്റ് വൺ ഈസ് ഇന്റർക്രോപ്പ്. എന്താ ഇന്റർക്രോപ്പ്? ഷോർട്ട് ടേം ക്രോപ്സ് cultivated among the main crop in such a way that they do not harm the main crop are called intercrops. They help in maintaining soil fertility. അപ്പോൾ കുറച്ചു കാലം വളരുന്ന ചില ക്രോപ്സുകൾ നമ്മൾ മെയിൻ ക്രോപ്പിന്റെ കൂടെ വളർത്താറുണ്ട്. ഇപ്പൊ ഇവിടെ വാഴയാണ് മെയിൻ ക്രോപ്പ്, അതിനിടയിൽ കണ്ടോ ചേന, ചേമ്പൊക്കെ, അതൊക്കെയാണ് എന്ത്? ഇന്റർക്രോപ്സ്. ആ ഷോർട്ട് ടേം ക്രോപ്സ് ഈ മെയിൻ ക്രോപ്പിനെ ഹാംഫുള്ളി എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പം അങ്ങനെയുള്ള ക്രോപ്സിനാണ് ഇന്റർക്രോപ്സ് എന്ന് പറയുക. അതെന്തിനു വേണ്ടിയിട്ടാ? സോയിൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇന്റർക്രോപ്സ്. സോ ഇന്റർക്രോപ്സ് ആർ ഷോർട്ട് ടേം ക്രോപ്സ് cultivated among the main crop in such a way that they do not harm the main crop are called intercrops. They help in maintaining soil fertility. Which are the intercrops cultivated in coconut fields?
ഒബ്സർവ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. കോക്കനട്ട് ഫീൽഡിൽ കോക്കനറ്റിന്റെ കൂടെ വളർത്തുന്ന ഇന്റർക്രോപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ഒബ്സർവ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്രോപ്പ് റൊട്ടേഷൻ. Cultivating a different crop instead of the crop cultivated earlier is called crop rotation. Haven't you noticed the cultivation of pea, black gram, etc. at intervals in paddy fields? അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങുക എന്നല്ലേ. അപ്പോൾ ഒരു സമയത്ത് ഒരു ക്രോപ്പ് ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് വേറൊരു ക്രോപ്പ് ആയിരിക്കും, എന്നിട്ട് ആ ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ക്രോപ്പ് ആയിരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ക്രോപ്പുകൾ മാറി മാറി വരും. ഇതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ നെല്ലിന്റെ പാടങ്ങളിലൊക്കെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ കുറച്ചു കാലം പീസൊക്കെ ലെഗ്യൂംസ് വളർത്തും. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഫീൽഡിലൊക്കെ നൈട്രജൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലെഗ്യൂംസ് ഒക്കെ നൈട്രജൻ ഫിക്സ് ചെയ്യും സോയില്. അപ്പം നല്ല ഫെർട്ടൈൽ സോയിലായിരിക്കും നെക്സ്റ്റ് പാഡി വരുമ്പോഴത്തേക്ക്. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. Does the cultivation of different crops bring about any increase in soil fertility? അതെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുമ്പം സോയിൽ ഫെർട്ടിലിറ്റി കൂടും. നെക്സ്റ്റ് ഈസ് ലെഗ്യുമിനസ് പ്ലാന്റ്സ്. നൈട്രജൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റിന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. Plants cannot absorb atmospheric nitrogen directly, but they absorb the nitrate salts dissolved in water. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഒരു എലമെന്റ് ആണ് നൈട്രജൻ. പക്ഷേ പ്ലാന്റ്സിന് ആ ഒരു നൈട്രജനെ ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. പകരം അത് സോയിലുള്ള വാട്ടറിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നൈട്രേറ്റ് സോൾട്സിന്റെ രൂപത്തിൽ മാത്രമേ പ്ലാന്റ്സിന് എടുക്കാൻ പറ്റുള്ളൂ. ഏത് ഫോമില? നൈട്രേറ്റ് ഫോമിൽ. സം ഓഫ് ദ ബാക്ടീരിയ ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്. ചില ബാക്ടീരിയകൾക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് മാറ്റാനുള്ള കഴിവുണ്ട്. റൈസോമിയം ഈസ് വൺ സച്ച് ബാക്ടീരിയം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. ദേ ലിവ് ഇൻ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് പീ, മൈമോസ, ടച്ച് മീ നോട്ട്, കോമൺ ടെഫ്രോഷ്യ, കൊഴിഞ്ഞിൽ, ഹോസ് ഗ്രാം ആൻഡ് ബ്ലാക്ക് ഗ്രാം ആൻഡ് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഇങ്ങനെയുള്ള റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾക്ക് പയറ് ചെടികളുടെ ആ വകുപ്പിൽപ്പെട്ട ചെടികളുടെ റൂട്ടിൽ വളരാനുള്ള കഴിവുണ്ട്. എന്നിട്ട് അവരെന്താക്കും? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് രൂപത്തിലാക്കും. ഇങ്ങനെ നൈട്രേറ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ ഈസിയാണ്. വെൻ ദീസ് പ്ലാന്റ്സ് ഡീകേ ദ പ്ലാന്റ് ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ. അങ്ങനെ ഈ ഒരു ക്രോപ്പ് അവിടെ ഡീകേ ചെയ്ത് കഴിയുമ്പം ഈ മിനറൽസ് ഒക്കെ എവിടെ എത്തും? ഈ ന്യൂട്രിയൻസ് ഒക്കെ എവിടെ എത്തും? ആ സോയിലിൽ ഉണ്ടാവും. നെക്സ്റ്റ്, ഒബ്സർവ് ദ റൂട്ട്സ് ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സ്. ഡോണ്ട് യു സീ നൊഡ്യൂൾസ് ഓൺ ദെയർ റൂട്ട്സ്? നിങ്ങൾ ലെഗ്യുമിനസ് ഈ പയറ് വർഗത്തിലുള്ള ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട പോലെ നൊഡ്യൂൾസ് കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ? ഉണ്ട പോലെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് ലെഗ്യുമിനസ് ക്രോപ്സ്? ലെഗ്യുമിനസ് പ്ലാന്റ്സ് ഉണ്ടാക്കിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഒന്ന്, ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ ഇപ്പം പയറാണെങ്കിൽ പല ടൈപ്പ് പയറുണ്ട്, നമ്മളതൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. ഇതല്ലാണ്ട് എന്താണ്? ഇതിന്റെ റൂട്ട്സിൽ ആരുണ്ട്? എന്ത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്? റൈസോ ബാക്ടീരിയ പോലത്തെ, റൈസോബിയം പോലത്തെ ബാക്ടീരിയാസ് ഉണ്ട്. അവരെന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്തിട്ട് നൈട്രേറ്റ് രൂപത്തിലാക്കും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ സോയിലിൽ നൈട്രജന്റെ എമൗണ്ട് കൂടുതലുണ്ടാവും. പ്ലാന്റ്സിന് ആ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള സോയിലിൽ നല്ലോണം വളരാൻ പറ്റും.